യുദ്ധം പുനരാരംഭിച്ചാൽ യു.എസിന് സർപ്രൈസ് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ. കഴിഞ്ഞ ഏറ്റുമുട്ടലുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇറാൻ സൈന്യം കൂടുതൽ കരുത്തരായെന്നും ആക്രമണത്തെ ഭയക്കുന്നില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ഒത്തുതീർപ്പ് കരാർ സാധ്യമായില്ലെങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഇറാന്റെ മുന്നറിയിപ്പ്. യുദ്ധം വേഗത്തിൽ അവസാനിക്കുമെന്നും ഇറാൻ നേതാക്കൾ കരാറിനായി യാചിക്കുകയാണെന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇറാന്റെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കരാറിലെത്താൻ ഇനിയും വൈകിയാൽ ഇറാനിൽ ഒന്നും അവശേഷിക്കില്ലെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. എന്നാൽ അമേരിക്കൻ ഭീഷണിയെ ഭയക്കുന്നില്ലെന്നും തിരിച്ചടി ശക്തമായിരിക്കുമെന്നും വ്യക്തമാക്കുകയാണ് ഇറാൻ. ഹോർമുസിൽ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാന് നേരെ ചൊവ്വാഴ്ച മുതൽ നടത്താനിരുന്ന സൈനിക ആക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇറാനുമായി ചർച്ചകൾ നിർണായക ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ ഗൾഫ് രാഷ്ട്ര നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. എന്നാൽ ഇതിന് മണിക്കൂറുകൾക്ക് ശേഷം ട്രംപ് വീണ്ടും ഭീഷണിയുമായി രംഗത്തെത്തുകയായിരുന്നു. 72 മണിക്കൂറിനകം സമാധാന ധാരണയിലെത്താൻ ഇറാൻ തയ്യാറാവണമെന്നായിരുന്നു ട്രംപിന്റെ അന്ത്യശാസനം. വളരെ മോശമായ ഒരു കരാർ ഉണ്ടാക്കാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് ആരോപിച്ചു. വൈറ്റ് ഹൗസിൽ നിയമസഭാംഗങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് ട്രംപ് ഇറാനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ചത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന ഉടമ്പടി അന്തിമമാക്കാൻ ഇറാന് 2 മുതൽ 3 ദിവസം വരെ സമയം നൽകുന്നുവെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം ചർച്ചകളിൽ പങ്കെടുക്കുന്ന 2 ടീമുകളും ഇതിനകം തന്നെ വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാനിയൽ കെയ്നി എന്നിവരോട് ആക്രമണവുമായി മുന്നോട്ട് പോകരുതെന്ന് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഏത് നിമിഷവും പൂർണ്ണ സജ്ജമായ വലിയൊരു ആക്രമണത്തിന് തയ്യാറായിരിക്കാനും സൈന്യത്തിന് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.